ഹലോ മുത്തുമണീസേ, നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൻ്റെ പുതിയൊരു വിശേഷം കേട്ടാലോ. അതായത് അടുത്ത ആഴ്ച വരാനിരിക്കുന്ന ഒരു നെക്സ്റ്റ് വീക്ക് പ്രൊമോയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മനസ്സിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കൊക്കെ തരണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എഴുതി കമൻറ്റ് ബോക്സിലൂടെ ഇടുക. അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഇത് ഇടയ്ക്കൊരു ഇച്ചിരി ബ്രേക്ക് വന്നതുകൊണ്ട് അത്ര വലിയ വ്യൂസൊന്നുമില്ല, എങ്കിലും കാണുന്നവർ കംപ്ലീറ്റ് ചെയ്ത് കണ്ട് നമുക്കൊരു സപ്പോർട്ടൊക്കെ തരുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. എല്ലാവരുടെയും സപ്പോർട്ട് സഹകരണം ഉണ്ടെങ്കിലല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എൻ്റെ മുത്തുമണീസിൻ്റെ ഒക്കെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് തന്നെ നമ്മുടെ നെക്സ്റ്റ് വീക്ക് പ്രൊമോ നമുക്ക് കേൾക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സുനന്ദയുടെ വിവാഹ നിശ്ചയമാണ്. അപ്പോൾ ഈ നിശ്ചയത്തിൻ്റെ തലേ ദിവസമൊക്കെ നമ്മുടെ സുഭാഷിന് ഉള്ളിൽ എത്രയാണെങ്കിലും ഒരു വിഷമം ഉണ്ടാവുമല്ലോ. സുഭാഷിന് ആ മുഖത്ത് ആ ഒരു വിഷമം കാണാം. അത് ബാക്കിയുള്ളവർക്ക് മനസ്സിലാവുന്നുണ്ട്. കാര്യം സുഭാഷിന് ഒരുപാട് വിഷമമുണ്ട്, സുനന്ദയെ മിസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഉള്ളത്. കാര്യം ഒരു വിവാഹത്തിൻ്റെ ഘട്ടം വരെ അമ്പലത്തിൽ എത്തിയതാണല്ലോ, എന്നിട്ട് പിന്നെ നടക്കാണ്ട് പോയ ഒരു അവസ്ഥയാണ്. അപ്പോൾ അത് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയായിരുന്നു. അങ്ങനെ നമ്മുടെ സുധീഷ് ചെന്നിട്ട് പറഞ്ഞു, സുഭാഷ് ചേട്ടന് ഒരുപാട് സുനന്ദയെ മിസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും ഇല്ലാടാ, എന്നാലും ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിറ്റേന്നായപ്പോൾ നമ്മുടെ സുഭാഷിന് ഭയങ്കര വിഷമം കേട്ടോ. ആകെ ആൾ ഡൗൺ ആയിട്ട് അങ്ങനെ അങ്ങ് ഇരിക്കുക. അങ്ങനെ ആ ഇരുന്ന സമയത്ത് നമ്മുടെ സുധീഷ് എന്നിട്ട് ചോദിച്ചു, ഇതെന്താണ് ഇതുവരെ വിഷമമൊന്നും മാറിയില്ലേ സുഭാഷ് ചേട്ടാ, ഇതിന് ഇത് ഓർത്ത് വിഷമിക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ സുഭാഷ് പറയും, അതൊന്നും അല്ലടാ സുധീഷ്, എൻ്റെ മനസ്സിലെ ചിന്ത എന്തെന്ന് വെച്ചാൽ അവളെ കെട്ടുന്ന ആ പയ്യൻ നല്ല സ്വഭാവമൊക്കെ ഉള്ളൊരു പയ്യനായിരുന്നാൽ മതിയായിരുന്നു. കാര്യം പാവം അവളെ അതുപോലെ നോക്കുന്ന ഒരു പയ്യനൊക്കെ ആണെന്നറിഞ്ഞെങ്കിൽ സമാധാനം ഉണ്ടായിരുന്നു. കണ്ടിട്ടും ഇല്ലല്ലോ. അത് കേട്ടപ്പോൾ സുധീഷിൻ്റെ മനസ്സിലൊരു തോന്നൽ, ഓഹോ അതാണോ പ്രശ്നം, അതിനെന്താ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ പോയി ഇന്ന് എടുത്തുകൊണ്ട് വരാം, എന്തായാലും എൻഗേജ്മെൻറ്റ് നടക്കുകയല്ലേ, വേണ്ട നീ ഇനി അവിടെ പോയി തല വെച്ച് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് സുഭാഷ് വഴക്ക് പറയുമ്പോൾ സുധീഷ് പറയാം, അതൊക്കെ എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് സുധീഷ് അതിനു വേണ്ടി തയ്യാറാവുകയാണ്. അങ്ങനെ ഈ കാര്യം ചെന്ന് നിതീഷിൻ്റെ അടുത്തും ഹരീഷിൻ്റെ അടുത്തൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, വേണ്ട കേട്ടോ സുധീഷ് ചേട്ടാ, ചെന്ന് തല വെച്ച് കൊടുക്കാൻ നിൽക്കേണ്ട, അവർ പ്രശ്നം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നവും, പിന്നെ അവിടെ ചടങ്ങിനൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറയാം. അപ്പോൾ സുധീഷ് പറയാം, അതൊക്കെ എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് സുധീഷ് ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്ത് അറേഞ്ച് ചെയ്യണേ. എന്ന് വെച്ചാൽ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് മാസ്ക് ഒക്കെ വെച്ച് ഹെയർ സ്റ്റൈലൊക്കെ മാറ്റി ആ ഒരു രീതിയിൽ മൊബൈലുമായിട്ട് സുധീഷ് നേരെ സുനന്ദയുടെ വീട്ടിൽ പോകണം. അപ്പം പയ്യനും അവരുടെ ബന്ധുക്കളും ഒക്കെ വന്നിട്ടുണ്ട്. നിശ്ചയത്തിൻ്റെ പരിപാടിയും കാര്യങ്ങളും ഫോട്ടോഷൂട്ടൊക്കെ നടക്കുകയാണ്. അപ്പം ന്യൂട്രലിൽ നമ്മുടെ സുധീഷ് നേരെ ഈ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ അടുത്ത് ചെന്നങ്ങ് നിൽക്കുകയാണ്. അപ്പോൾ അവർ ചോദിച്ചു, അല്ല നിങ്ങൾ പെണ്ണിൻ്റെ വീട്ടുകാരാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയും അതെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ സുനന്ദയുടെ അമ്മാവൻ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. പുള്ളി ഇതാരാ ഈ മാസ്കും കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ട്, എവിടെയോ ഇവനെ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ സുനന്ദയുടെ അച്ഛൻ വന്നിട്ട് പറയും, അത് ചിലപ്പോൾ ആ പയ്യൻ്റെ വീട്ടിൽ നിന്ന് വന്ന ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ആയിരിക്കും. അല്ല അവൻ ഈ മാസ്കൊക്കെ വെച്ചിരിക്കണ എന്താ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ ലളിത പറഞ്ഞിട്ടുണ്ട്, അതായത് സുനന്ദയുടെ അമ്മ. അപ്പം പറയും, അത് മറ്റു പൊടിയും മറ്റുമൊക്കെ അടിക്കാണ്ടിരിക്കാനൊക്കെ. അങ്ങനെ അവർ മൂന്നര അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ട് അതങ്ങ് വിട്ടു. കാരണം വെച്ചാൽ ആൾക്കാർ വന്നും പോവൊക്കെ നിൽക്കുകയല്ലേ, ചടങ്ങ് നടക്കാൻ സമയമാവണു അങ്ങനെയൊക്കെയാണ്. അപ്പം മണ്ഡപമൊക്കെ കെട്ടിയിട്ടുണ്ട്, കാരണം എൻഗേജ്മെൻറ്റ് നടക്കാനുള്ളതല്ലേ. അപ്പോൾ നമ്മുടെ സുനന്ദ കാണുന്നുണ്ട് നമ്മുടെ സുധീഷിനെ. സുനന്ദയ്ക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി അത് സുധീഷാണ് എന്നുള്ളത്. അങ്ങനെ പതുക്കെ ന്യൂട്രലിൽ നമ്മുടെ സുധീഷ് മണ്ഡപത്തിലോട്ട് കയറണം. അപ്പം പയ്യൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം പയ്യൻ്റെ ഏതോ ഒരു ഫ്രണ്ട് വന്നപ്പോൾ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് സുനന്ദയുടെ അടുത്ത് നിന്ന് ആ പയ്യൻ പുറത്തോട്ട് പോവാണ്. അപ്പോൾ സുധീഷ് ആ സമയം അങ്ങോട്ട് കയറിയിട്ട് പറഞ്ഞു, സുധീഷിനെ കണ്ടപ്പോൾ തന്നെ സുനന്ദ ചോദിച്ചു, അതെ നീ ഈ മാസ്കൊക്കെ വെച്ച് വന്നിട്ട് നിന്നെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ പ്രശ്നമാവില്ലേ, നീ എന്തിനാ വന്നേ, നിന്നെ ഒന്ന് കണ്ട് രണ്ട് വർത്തമാനം പറയാനാ, നീ അന്ന് അമ്പലത്തിൽ വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ സുഭാഷ് ചേട്ടനെ നീ എന്തിനാ പറ്റിച്ചത് എന്നൊക്കെ പറയുമ്പോൾ പറയാം സുനന്ദയ്ക്കൊന്നും പറയാനില്ല. കാര്യം അന്നത്തെ അവസ്ഥയും അന്നത്തെ സാഹചര്യവും സുനന്ദയ്ക്കല്ലേ അറിയുള്ളൂ. ഞങ്ങളവിടെ പോസ്റ്റാക്കി നീ നിർത്തിയില്ലേ എന്നൊക്കെ സുധീഷ് പറയുമ്പോഴേക്കും ആ പയ്യൻ വരെയാണ്. സുനന്ദയുടെ മുഖമൊക്കെ ആകെ വിഷമിച്ച് എന്തോ ഒരു ഭയങ്കര സങ്കടമാണ്. സുനന്ദയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല ഈ ഒരു എൻഗേജ്മെൻറ്റോ അല്ലെങ്കിൽ വിവാഹമോ ഒന്നും ഇഷ്ടമല്ല. അത് തുറന്ന് പറഞ്ഞെങ്കിലും സാഹചര്യം കൊണ്ട് സുനന്ദ പിന്നെ അത് പൊരുത്തപ്പെടുകയാണ്. അങ്ങനെ സുധീഷ് ഇവർ രണ്ടുപേരും ചേർന്ന് നിൽക്കുകയാണ്. അതായത് പെണ്ണും ചെറുക്കനും ചേർന്ന് നിന്നപ്പോൾ സുധീഷ് 2-3 ഫോട്ടോ
ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. അങ്ങനെ എടുത്ത് അതിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ തുടങ്ങാനുള്ള സമയമായപ്പോഴേക്കും സുധീഷ് പതുക്കെ ന്യൂട്രലിൽ അല്ല ആ ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ സുനന്ദയുടെ അമ്മാവൻ വീണ്ടും വരാണ് കേട്ടോ. അല്ല നീ എന്തേ മൊബൈലിലൊക്കെ ഫോട്ടോ എടുക്കണ? അത് ഈ മൊബൈലിൽ എടുത്തിട്ട് കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ ഇടാനുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് മൊബൈലിൽ എടുക്കുന്നതെന്ന് പറയും. അപ്പം നമ്മുടെ സുനന്ദയുടെ അമ്മാവൻ പറയും, ഓ എന്തെല്ലാം ടെക്നിക്കലാ, ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങ് പോവാണ്. അങ്ങനെ ഒരുവിധം ഫോട്ടോസൊക്കെ എടുത്ത് സുധീഷ് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇതേ സമയം നമ്മുടെ ഭാസ്കരൻ ഈ വീടിൻ്റെ മുന്നിൽ കൂടെയാണ് പോണത്. അപ്പോൾ അവരെ എല്ലാവരും കണ്ടു കേട്ടോ ഭാസ്കരൻ പറഞ്ഞത്. അപ്പോൾ അവർക്കൊരു പേടി ഉണ്ടായിരുന്നു, ഇനി എങ്ങാനും കയറി ഇവിടെ വല്ല പ്രശ്നവും ഈ ഭാസ്കരൻ ഉണ്ടാക്കുമോ, എന്തെങ്കിലും ആൾക്കാരൊക്കെ കേക്ക് എന്തെങ്കിലും പറയുമോ. പക്ഷേ ഭാസ്കരൻ നോക്കുക അല്ലാണ്ട് ഭാസ്കരൻ അങ്ങോട്ട് കയറാനൊന്നും നിന്നേന്നില്ല. അപ്പോഴാണ് അവർക്ക് എല്ലാവർക്കും സമാധാനമായത്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സുഭാഷാണെങ്കിൽ ആകെ ഡൗൺ ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നിതീഷും ഹരീഷും കൂടെ പറയും, ഇന്നിപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് ഉണ്ടാക്കാം, സുഭാഷ് ചേട്ടൻ എന്തായാലും ഇന്ന് ഭയങ്കര മൂഡ് ഓഫ് ആണെന്ന് പറയും. അങ്ങനെ നമ്മുടെ നിധി നോക്കുമ്പോൾ ചിക്കനൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്, നമുക്കിന്നൊരു ബിരിയാണി ഉണ്ടാക്കിയല്ലോ. അപ്പോൾ നിതീഷ് ചോദിക്കും, ബിരിയാണിയോ, അയ്യോ അത് വേണോ ഏട്ടത്തിയെന്ന് ചോദിക്കുമ്പോൾ, എടാ യൂട്യൂബിൽ ഇപ്പോൾ എന്തടിച്ചു കൊടുത്താലും എന്തൊക്കെ കിട്ടും, പിന്നെയാണോ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ, നിങ്ങളും കൂടെ കൂടുകയാണെങ്കിൽ നമുക്ക് അടിപൊളി ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് നിധി പറയണേ. എന്നാ ആയിക്കോട്ടെ നമുക്കും കൂടാമെന്ന് പറഞ്ഞ് അങ്ങനെ ഹരീഷും നിതീഷും എല്ലാവരും കൂടെ ചേർന്ന് ചിക്കൻ ബിരിയാണിക്ക് വേണ്ടുന്ന സംഭവങ്ങളൊക്കെ കട്ട് ചെയ്ത് അടിപൊളിയായിട്ട് റെഡിയാക്കി വെക്കുകയാണേ. ആ സമയം നമ്മുടെ നിധി ഗ്യാസ് കത്തിക്കാനായിട്ട് നോക്കുമ്പോൾ ഗ്യാസ് തീർന്നു. അയ്യോ ഗ്യാസ് തീർന്നുള്ളൂ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, സുഭാഷ് ചേട്ടനോട് ചോദിക്കണേ എങ്ങനെ, അങ്ങനെ മടിച്ച് നിന്നു. അവസാനം സുഭാഷിൻ്റെ അടുത്ത് തന്നെ ചെന്ന് ചോദിക്കണം. അപ്പോൾ സുഭാഷ് പറയും, അയ്യോ ഗ്യാസ് അത് എടുത്ത് വെക്കണ കാര്യം ഞാൻ വിട്ടുപോയല്ലോ, ഇന്നിപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് അത് കിട്ടാനും വഴിയില്ല, ഒരു കാര്യം ചെയ്യാം ഞാൻ അടുപ്പിൽ ഉണ്ടാക്കാം. അപ്പം നിധി പറയും, ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം, സുഭാഷ് ചേട്ടൻ അവിടെ ഇരുന്നു, വേണ്ട നിങ്ങൾക്കത് വഴക്കമുള്ള കേസല്ല, ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുഭാഷ് നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുകയാണ്. ഈ സമയം നമ്മുടെ സുധീഷ് ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ട് വന്ന് സുഭാഷിനെ കാണിക്കുകയാണ്. അപ്പോൾ സുഭാഷ് നോക്കുമ്പോൾ സുനന്ദയും ആ പുതിയ സുനന്ദയെ വിവാഹം കഴിക്കാനിരിക്കുന്ന പയ്യൻ്റെയും ഫോട്ടോ കണ്ടപ്പോൾ രണ്ടുപേരും നല്ല ചേർച്ചയുണ്ട്, നല്ല ഒരു നിഷ്കളങ്കമായ ഒരു മുഖമൊക്കെയാണ് ആ പയ്യന്. അപ്പോൾ സുഭാഷ് എല്ലാവരും കേൾക്കുകയാണ് പറയണത്, എനിക്ക് എത്രയാണെങ്കിലും അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയാൽ മതി, അവളെ നോക്കുന്ന നല്ലൊരു പയ്യനായിരുന്നാൽ മതി എന്നൊരു ഇത് മാത്രമേ എനിക്കുള്ളൂ, എന്തായാലും നന്നായി വരട്ടെ അങ്ങനെ പറഞ്ഞിട്ട് സുഭാഷ് കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് ബാക്കി നിധിക്കും സുധീഷിനും ഹരീഷിനും നിതീഷിനൊക്കെ ഭയങ്കര വിഷമമാവേണം കേട്ടോ. കാര്യം ഉള്ളിൽ ഇത്രയും വിഷമം അടക്കി പിടിച്ചിട്ട് സുഭാഷ് സംസാരിക്കണയാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അവർ ഉച്ചയ്ക്ക് എല്ലാവരും കൂടെ ചേർന്ന് ആ ബിരിയാണിയൊക്കെ കഴിക്കേണ്ടട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞു, സുഭാഷ് ചേട്ടാ അടിപൊളി ബിരിയാണി കേട്ടോ. കാരണം സുഭാഷിന് എല്ലാം ഉണ്ടാക്കാനറിയാം, എല്ലാ സാധനങ്ങളും അതിൻ്റേതായ രീതിയിൽ പാകത്തിനും സുഭാഷിന് ഉണ്ടാക്കാനറിയാം. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമൊക്കെ ആയിട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഭാസ്കരൻ കവലയ്ക്ക് വന്നപ്പോഴത്തേക്ക് ഈ സുഭാഷിന് വേണ്ടിയിട്ട് എപ്പോഴും പെണ്ണാലോചിക്കാൻ വേണ്ടി ഒരു ബ്രോക്കറെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബ്രോക്കറെ കാണുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, എടോ താനിപ്പോൾ ഒന്നും എൻ്റെ ചെറുക്കന് ഒരു പെണ്ണിനെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് താനിപ്പോൾ അങ്ങോട്ടൊന്നും കാണാനില്ലല്ലോ. നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന ആലോചനയിലെ പെണ്ണുങ്ങൾക്കൊന്നും നിങ്ങളുടെ വീട് ഇഷ്ടപ്പെടില്ല. എങ്ങനെ ഇഷ്ടപ്പെടും? നാട്ടിൽ വന്ന് തിരക്കിയ വിശേഷങ്ങൾ വേറെ. താൻ ഏതെങ്കിലും ചേരുന്ന രീതിക്ക് ഒരെണ്ണം കൊണ്ടുപോടോ നമ്മുടെ ചെറുക്കനെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതെ നോക്കട്ടെ, ഞാൻ എന്തായാലും ഈ അടുത്ത ദിവസം അങ്ങോട്ട് വീട്ടിലോട്ട് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഈ ബ്രോക്കർ ഒരു ദിവസം സുധീഷും ഹരീഷൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ വീട്ടിൽ വരികയാണ്. വീട്ടിൽ വന്നപ്പോഴത്തേക്ക് സുധീഷ് ചോദിച്ചു, നിങ്ങൾ സുഭാഷ് ചേട്ടന് വേണ്ടിയിട്ട് പെണ്ണാലോചിച്ച് ഒരു പെൺകുട്ടിയെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ഈ പരിസരത്തൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അതെങ്ങനെ കൊണ്ടുവരാനാ? കൊണ്ടുവന്നാലും ഇവിടെ നാട്ടിൽ അന്വേഷിക്കുമ്പോൾ പിന്നെ അത് നടക്കുകയില്ല, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ ആ ബ്രോക്കർ. പിന്നെ ഒരു പെൺകുട്ടിക്കാണെങ്കിൽ ഇതെല്ലാം ഇഷ്ടപ്പെട്ടതാണ്, അപ്പോഴേക്കും നിങ്ങളുടെ ഏട്ടൻ ഇഷ്ടപ്പെടില്ല. അതേതാ ഒരു കവിത എന്ന് പറഞ്ഞൊരു പെൺകുട്ടി, അതാ അവരുടെ വീട്ടുകാർക്കൊക്കെ ഒരു ഇതൊക്കെ ഇഷ്ടപ്പെട്ടതാണ്. പക്ഷേ അപ്പോൾ നിങ്ങളുടെ ചേട്ടൻ സുഭാഷിന് ഇഷ്ടപ്പെടില്ല, അപ്പോൾ പിന്നെ എന്ത് ചെയ്യാനാ? അതെന്താ ഇഷ്ടപ്പെടാത്ത കാര്യം എന്ന് നോക്കുമ്പോൾ ബ്രോക്കർ പറയും, അവർക്ക് ആ പെൺകുട്ടി അതായത് പയ്യൻ ഒന്നുകിൽ പെൺകുട്ടിയുടെ വീട്ടിൽ നിൽക്കണം, അല്ലെങ്കിൽ ഈ പയ്യൻ ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് പെൺകുട്ടിയും പയ്യനും അവിടെ താമസിക്കണം. ഈ വീട്ടിൽ പറ്റൂല, അത് മാത്രമേ അവർക്ക് ഡിമാൻഡ് ഉണ്ടായിരുന്നുള്ളൂ. വേറെ ഒന്നും ഇഷ്ടക്കേടില്ലായിരുന്നു. പയ്യൻ നല്ലതാണ്, നല്ല സ്വഭാവമൊക്കെയാണ്, അവരത് മാത്രമേ നോക്കിയുള്ളൂ. ഇത് കേട്ടപ്പോൾ സുധീഷും നിധിയൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. ആ കുട്ടിയുടെ പേര് കവിത എന്നാണ് കേട്ടോ. ആ കല്യാണം ഇതിനു മുന്നേ പോയി കണ്ട് ഉറപ്പിച്ചൊക്കെ വെച്ച ഒരു കല്യാണമൊക്കെ ആയിരുന്നു.
ഇത് കേട്ടപ്പോൾ സുധീഷും അവരൊക്കെ ഇങ്ങനെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. അങ്ങനെ ബ്രോക്കർ പോയി കഴിഞ്ഞിട്ട് അവരെല്ലാവരും കൂടെ ചർച്ച ചെയ്യുന്നു. സുഭാഷ് ഇല്ലാണ്ടാണ് അവർ സംസാരിക്കുന്നത്. അപ്പം നിതീഷ് പറഞ്ഞു, പിന്നെ സുഭാഷ് ഏട്ടൻ ഈ വീട്ടിൽ നിന്ന് മാറി നിൽക്കാനോ, ചിന്തിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നിധിയും സുധീഷൊക്കെ പറഞ്ഞു, എപ്പോഴും നമ്മൾ നമ്മുടെ കാര്യം മാത്രമല്ലടാ ചിന്തിക്കണുള്ളൂ, സുഭാഷ് ഏട്ടൻ്റെ കാര്യം കൂടെ നമ്മൾ ചിന്തിക്കണ്ടേ. ഈ ഒരു ബന്ധം നല്ലൊരു ബന്ധമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സുഭാഷ് ഏട്ടന് നമുക്കത് നടത്താം. പക്ഷേ നിതീഷിനും അത് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. സുഭാഷ് ഏട്ടൻ ഇല്ലാത്തൊരു ജീവിതം, അല്ലെങ്കിൽ സുഭാഷ് ഏട്ടൻ ഈ വീട്ടിൽ നിന്ന് മാറി നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് നിതീഷിനെ സംബന്ധിച്ച് എല്ലാവർക്കും വിഷമമാണ്. പക്ഷേ നിതീഷിനെ സംബന്ധിച്ച് അത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. അങ്ങനെ അവസാനം ഒടുവിൽ നിതീഷിനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചു. അതിനുശേഷം നിധി ചെന്ന ഭാസ്കറിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇങ്ങനെ ഇതിന് മുന്നേ പോയി കണ്ട ഒരു കല്യാണം ആ ബ്രോക്കർ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു ഡിമാൻഡാണ്, അതായത് സുഭാഷ് ഏട്ടൻ പ്രത്യേക ഒരു വീടെടുത്ത് താമസിക്കണം, അല്ലെങ്കിൽ പെണ്ണിൻ്റെ വീട്ടിൽ പോയി താമസിക്കണം. അപ്പോൾ അച്ഛൻ്റെ അഭിപ്രായം എന്താണ്? അത് നല്ലതല്ലേ, അവനൊരു കല്യാണം നടക്കട്ടെ. അല്ല അച്ഛന് വിഷമാവൂലേ? എന്തിന് വിഷമം? അത് കഴിഞ്ഞ് പിന്നെ ഹരീഷ്, നിതീഷ്, നിങ്ങളെല്ലാവരും മാറി ഓരോ കുടുംബങ്ങളായിട്ട് ജീവിക്കുക, എനിക്കത് കണ്ടാൽ മതി എന്ന് പറയാം. അപ്പോൾ അച്ഛൻ ഒറ്റയ്ക്കാവില്ല, അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ. അതിന് ഞാൻ വേറെ കല്യാണം കഴിക്കാം. അത് കേട്ടപ്പോൾ നിധി ഞെട്ടി, എന്ത് വേറെ കല്യാണം കഴിക്കാനോ? പിന്നെ എൻ്റെ കാര്യങ്ങൾ നോക്കണമൊക്കെ പിന്നെ ആരാ എന്ന രീതിയിൽ ഭാസ്കരൻ പറയും കേട്ടോ. അപ്പോൾ നിധി മനസ്സിൽ ചിന്തിക്കും, ഇനി വേറെ കല്യാണം കഴിച്ച് ആ ഭാര്യയും കൊല്ലാനാണോ എന്നൊക്കെയുള്ള ചിന്ത വന്ന് നിധി ഒന്ന് ഞെട്ടാണ് കേട്ടോ. അങ്ങനെ ഈ കല്യാണ കാര്യം അവരെല്ലാവരും കൂടെ സുഭാഷ് വരുമ്പോൾ സംസാരിക്കുകയാണ്. അപ്പോൾ സുഭാഷ് ആകെ മൈൻഡ് അത്ര ഓക്കെ അല്ല. അവസാനം അവരെല്ലാവരും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ അവർ പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം മാത്രം പറഞ്ഞില്ല, ഇങ്ങനെ വീടെടുത്ത് പ്രത്യേകം താമസിക്കണം എന്നുള്ളത് പറഞ്ഞില്ല. അങ്ങനെ സുഭാഷിനെയും കൊണ്ട് ഈ കല്യാണ കാര്യം ഇങ്ങനെ വന്ന് സുഭാഷുമായിട്ട് സംസാരിച്ചിട്ട് നമ്മുടെ നിധിയും സുധീഷും കൂടെ ഈ പെൺകുട്ടിയുടെ വീട്ടിലോട്ട് പോയി കാര്യങ്ങളൊക്കെ സംസാരിക്കണം. അപ്പം പ്രത്യേകം വീടെടുത്ത് താമസിച്ചോളാം, വേറെ കുഴപ്പമൊന്നുമില്ല എന്നുള്ളതിങ്ങനെ പറയുകയാണ്. അങ്ങനെ അവരിവിടെ ഇങ്ങോട്ട് വരികയാണ്, വന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ച് വെക്കുകയാണ്. കല്യാണം നടത്താം, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. കാരണം അവർക്ക് ഒരു ഡിമാൻഡല്ലേ ഉണ്ടായിരുന്നുള്ളൂ, പ്രത്യേകം താമസിക്കണം. അപ്പോൾ അതിന് ഇവർ വില്ലിങ് ആണെന്ന് പറഞ്ഞപ്പോൾ പെൺ വീട്ടുകാർക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ആ കല്യാണം നടത്താനുള്ള തീരുമാനങ്ങളൊക്കെ അവരെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സുഭാഷ് സത്യം പറഞ്ഞാൽ ഈ കാര്യം അറിയുന്നില്ല, ഈ വീടെടുത്ത് മാറണം എന്നുള്ളത്. ഒരു ദിവസം സുഭാഷ് പണിസ്ഥലത്ത് വർക്ക് സൈറ്റിൽ നിൽക്കുന്ന സമയത്ത് ഒരു കോള് വരണം. അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ ഈ കവിത എന്ന് പറഞ്ഞ പെൺകുട്ടിയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ വന്നു, അപ്പോൾ സുഭാഷ് സംസാരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞ്, നമുക്ക് വീട് എവിടെയാണ് നോക്കുന്നത്, ഏത് സ്ഥലത്താണ് നോക്കേണ്ടത്, എങ്ങനത്തെ വീടോ അതെന്തിനാ? അല്ല അപ്പോൾ അത് പറഞ്ഞില്ലേ അവർ അനിയന്മാരൊന്നും, അത് പറഞ്ഞില്ലേ നമുക്ക് ഈ വീടെടുത്ത് മാറണമെങ്കിൽ മാത്രമേ ഈ കല്യാണത്തിന് എനിക്ക് സമ്മതമുള്ളൂ എന്നുള്ളത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. വീടെടുത്ത് മാറാനോ? അത് കേട്ടപ്പോൾ സുഭാഷ് അങ്ങ് ഞെട്ടാണ്. സുഭാഷ് നേരെ ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ വന്നിട്ട് അനിയന്മാരുടെ അടുത്ത് നിധിയുടെ അടുത്തൊക്കെ കിടന്ന് ഒച്ചയെടുക്കുകയാണ്. നിങ്ങൾ എന്തുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞില്ല? എൻ്റെ കല്യാണം നടക്കാണ്ട് ഞാൻ ഇവിടെ നിന്ന് പോയാലും വേറൊരു വീട് മാറാനോ? നിങ്ങൾക്ക് എന്താ പറ്റിയത്? ഞാൻ അതിനെക്കുറിച്ച് എൻ്റെ ജീവിതത്തിൽ മനസ്സിൽ പോലും എനിക്കത് ചിന്തിക്കാൻ പറ്റില്ല. ഇത് കേട്ടപ്പോൾ നിതീഷ് ഓടി ചെന്നങ്ങ് കെട്ടിപ്പിടിക്കുകയാണ്. എന്ന് വെച്ചാൽ ഒരിക്കലും പറ്റില്ല, സുഭാഷ് ഇല്ലാണ്ടൊരു ജീവിതം നിതീഷിന് പറ്റില്ല. അപ്പം സുഭാഷ് എന്നെ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് നിതീഷിന് ഭയങ്കര ഒരു ആശ്വാസമാവുകയാണ് കേട്ടോ. അങ്ങനെ അനിയന്മാർ, നിങ്ങളില്ലാത്തൊരു ലോകം എനിക്കില്ല മക്കളെ എന്ന് പറഞ്ഞ് സുഭാഷ് അവരെയൊക്കെ ചേർത്ത് പിടിക്കണം. അങ്ങനെ അവരും വിഷമിച്ച് സുഭാഷിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സീനാണ്. അപ്പം നിധിക്ക് മനസ്സിലാവണം ഇത്രയേറെ ഒരു ആത്മാർത്ഥതയാണോ സുഭാഷ് ചേട്ടൻ ഈ കുടുംബത്തിന് എന്നുള്ളത്. നിധിക്കും മനസ്സുകൊണ്ടൊരു വിഷമവും സന്തോഷവും ഒക്കെ വരെയാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ സാന്ദ്രയെ കാണിക്കുന്നുണ്ട് കേട്ടോ. സാന്ദ്ര ആരും അറിയാണ്ട് നിധിയുടെ ആധാർ കാർഡ് പതുക്കെ ഷെൽഫിൽ നിന്ന് എടുത്തിട്ട് അതിൻ്റെ ഫോട്ടോ ഇങ്ങനെ വാട്സപ്പ് ചെയ്യാൻ വേണ്ടി എടുക്കുമ്പോഴേക്കും സാന്ദ്രയുടെ ഫോണ് സ്വിച്ച് ഓഫ് ആവുകയാണേ. ആ സമയം സാന്ദ്ര എന്ത് ചെയ്യുന്നത് വെച്ചാൽ റൂമിൽ കൊണ്ടുപോയി ഫോണ് കുത്തിയിട്ടിട്ട് ഈ ആധാറിൻ്റെ നമ്പർ 12 നമ്പർ ഉണ്ടല്ലോ അതൊരു പേപ്പറിൽ എഴുതി വെക്കുകയാണ്. പക്ഷേ ഇതെല്ലാം അരുൺ മാറി നിന്ന് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സാന്ദ്ര ഇത് കാണുന്നില്ല. എന്നിട്ട് സാന്ദ്ര ആ നമ്പർ അവിടെ എഴുതി വെച്ചിട്ട് ഈ ആധാർ കൊണ്ടുവന്ന് തിരിച്ച് ഷെൽഫിൽ തന്നെ വെക്കണം. അപ്പോഴേക്കും അരുൺ മുമ്പിൽ വന്ന് ചാടുകയാണ്. നിനക്ക് എന്തോ ഒരു കള്ളത്തരം? ഒന്നുമില്ല അരുണേട്ടാ. അല്ല നിനക്ക് എന്തോ മുഖത്തിനൊക്കെ ഒരു വല്ലായ്മ പോലെയൊക്കെ. ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് സാന്ദ്ര നേരെ അങ്ങ് താഴെ പോവാണ്. ഈ സമയം അരുൺ ചെന്ന് നോക്കണം അവൾ എഴുതി വെച്ച് എന്താണെന്നൊക്കെ. അപ്പം ആധാർ നമ്പറാണ്, അത് നിധിയുടെ ആണെന്ന് മനസ്സിലായി. അങ്ങനെ അരുൺ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആ നമ്പർ മാറ്റിയിട്ട് സാന്ദ്രയുടെ നമ്പർ എടുത്ത് അവിടെ എഴുതി വെക്കുകയാണേ. ഈ സമയം സാന്ദ്ര കുറച്ചൊക്കെ കഴിഞ്ഞ് ജോലിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഫോണൊക്കെ എടുത്ത് ഓണാക്കി ചാർജ് കയറിയപ്പോഴേക്കും ഈ നമ്പർ എടുത്ത് നിധി
നിധിക്ക് അയച്ചു കൊടുക്കുകയാണ്. അപ്പം നിധിയെ വിളിച്ച് വോയിസ് ഇട്ടു. അപ്പം നിധിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇത്രയും നാൾ ആധാറിന് വേണ്ടിയിട്ട് താൻ കിടന്ന് ഓടിയിട്ട് കിട്ടിയില്ലല്ലോ. അപ്പോൾ സാന്ദ്രേട്ടത്തി അത് ഒപ്പിച്ച് തന്നപ്പോൾ നിധിക്ക് ഭയങ്കര സന്തോഷമാവേണേ. അങ്ങനെ നിധി സുധീഷിൻ്റെ അടുത്ത് വന്ന് ഓടി പറയണേ ഇങ്ങനെ സാന്ദ്രേട്ടത്തി നമ്പർ ഇട്ട് തന്നു. ഇത് കേട്ടപ്പോൾ സുധീഷിന് ആകെ ടെൻഷനാണ്. അതോ ഇനി ഇതിപ്പോൾ ഇതിന് കേട്ട് കഴിഞ്ഞിട്ട് ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എവിടെ എന്തെങ്കിലും പോകാനോ മാറാനോ ഒക്കെ ഉള്ള ചിന്തയൊക്കെ ഇവർക്ക് വരുമോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ആ സമയത്ത് നിധി പറയും നമുക്ക് ആധാർ പോയി ഇതിൻ്റെ ഈ നമ്പർ വെച്ചിട്ട് അക്ഷയയിൽ പോയി നമുക്ക് റെഡിയാക്കാമെന്ന് പറഞ്ഞ് ഞാൻ പോവാണെന്ന് പറഞ്ഞ് പോകാനായിട്ട് നിൽക്കുമ്പം സുധീഷ് പറയും നിനക്കറിയില്ലല്ലോ ഞാനും കൂടെ വരാൻ നിധി എന്ന് പറഞ്ഞിട്ട് സുധീഷും കൂടെ പോവാണ്. അപ്പോൾ നിധി പറയുന്നുണ്ടില്ല ഞാൻ പൊക്കോളാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഒരുമിച്ച് തന്നെ അവസാനം പോവാണ്. പോയി അക്ഷയയിൽ ചെന്ന് ഇതൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമ്പറൊക്കെ ഇങ്ങനെ കാണിക്കുകയാണ്. അപ്പോൾ അത് കൊടുത്തു കഴിയുമ്പോൾ അവർ അടിച്ചിട്ട് പറയും ഇപ്പോൾ ഒരു OTP മൊബൈലിൽ വരുമെന്ന് പറയും. അപ്പോൾ നിധി OTP മൊബൈൽ നമ്പർ കാര്യം മൊബൈൽ നമ്പറിൻ്റെ കാര്യം ഓർക്കുമ്പോഴാണ് ഈ OTP ആധാറുമായിട്ട് ലിങ്ക് ഇതൊക്കെ വരണമെങ്കിൽ നിധിയുടെ കയ്യിലിരുന്ന ആദ്യത്തെ മൊബൈൽ നമ്പറാണ്. പക്ഷേ ആ നമ്പർ സിമ്മൊന്നും ഇപ്പോൾ ഇല്ലല്ലോ. അപ്പോൾ നിധി കാര്യം പറയും അവരുടെ അടുത്ത്. അപ്പോൾ അവർ പറയും അയ്യോ അത് പറ്റില്ല, നമുക്ക് ഇനി എടുക്കണം എന്നുണ്ടെങ്കിൽ ആ മൊബൈലിലെ OTP വരുള്ളൂ. അത് കിട്ടിക്കഴിഞ്ഞ് നമുക്ക് ആധാർ എടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ ഏതെങ്കിലും നമ്പറിലോട്ടൊക്കെ മാറ്റണം എന്നുണ്ടെങ്കിലും പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ നിധി വീണ്ടും വിഷമിച്ച് ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളതൊക്കെ ഓർത്തിട്ട് ആകെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ സുധീഷിനാണെങ്കിൽ ഉള്ളിലൊരു സന്തോഷമൊക്കെ വരെയാണ്. കാര്യം എന്തെന്ന് വെച്ചാൽ അങ്ങനെയെങ്കിൽ ആ കേസൊന്നും മുടങ്ങിപ്പോയില്ല. ഒരു കണക്കിന് നിധി ഈ വക കേസിന് എപ്പോൾ ഇറങ്ങിയിരുന്നാലും എന്ത് ആധാർ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് അങ്ങനെയൊക്കെയുള്ള കേസിനുമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എപ്പോഴും നെഗറ്റീവാണ്. അതൊരു ഭാഗ്യം പോലെയാണ് സുധീഷിനെ സംബന്ധിച്ച്. അങ്ങനെ കാര്യങ്ങളൊക്കെ ഈ രീതിയിലാണ്. അപ്പോൾ നെക്സ്റ്റ് വീക്കിൽ ഇതിൻ്റെ കുറേ കാര്യങ്ങളും കൂടെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം നെക്സ്റ്റ് വീക്കിൽ വരുന്ന ഓരോ സീൻ്റെയും ഒരു ഇൻട്രോ പോലെ ഞാൻ പറഞ്ഞതാണ് ഏകദേശം. അങ്ങനെ നമ്മുടെ ഇതിൻ്റെ ഇടയിൽ ഒരു സീനും കൂടെ വരുന്നുണ്ട് കേട്ടോ. നമ്മളൊരിക്കൽ ഒരു കോഫി ഷോപ്പിൽ വെച്ചിട്ട് നമ്മുടെ സുഭാഷ് ഒരു പെണ്ണ് കാണലിനെ ഇവരെല്ലാവരും കൂടെ പോയല്ലോ. ആരൊക്കെ നമ്മുടെ നിതീഷും സുധീഷും കൂടെ ചേർന്നിട്ട് പോയായിരുന്നല്ലോ. ആ പെൺകുട്ടി ഒരു ദിവസം നമ്മുടെ സുഭാഷിൻ്റെ ഫോണിലോട്ട് വിളിക്കുകയാണ്. അപ്പോൾ സുഭാഷാണെങ്കിൽ ആകെ ഈ സുനന്ദയുടെ ആ എൻഗേജ്മെൻറ്റിൻ്റെയൊക്കെ വിഷമത്തിൽ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ്. അപ്പോൾ ആ കോൾ എടുക്കില്ല. അപ്പോൾ സുധീഷ് അടുത്തുണ്ടായിരുന്നു. അപ്പോൾ സുധീഷ് ചോദിക്കും ഇത് ആരാന്ന് ചോദിക്കുമ്പോൾ സുഭാഷ് പറയുന്നുണ്ട് എടാ നമ്മളന്ന് വേണ്ടെന്ന് വെച്ചൊരു പെണ്ണില്ല ആ കോഫി ഷോപ്പിൽ വന്ന് അവളാണ് വിളിക്കുന്നത്. ഇങ്ങോട്ടിട്ട് ഞാൻ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സുധീഷ് ആ കോൾ അറ്റൻഡ് ചെയ്യണം. ഈ കോൾ അറ്റൻഡ് ചെയ്യണ സമയത്ത് ആ കുട്ടി സംസാരിക്കുമ്പോഴത്തേക്ക് സുധീഷ് ആകുമ്പോൾ കുറേ കൂടെ നല്ല രീതിയിൽ സംസാരിക്കണം. അപ്പോൾ ആ പെൺകുട്ടി പറയും അല്ല അന്ന് കോഫി ഷോപ്പിൽ വന്നപ്പോഴത്തേക്ക് ഇങ്ങനെയൊന്നും സംസാരിച്ചില്ലല്ലോ, ഇപ്പം നല്ല അടിപൊളിയായിട്ടാണല്ലോ സംസാരിക്കണേന്നൊക്കെ ആ പെൺകുട്ടി പറയും. അപ്പോൾ സുധീഷ് പറയും അത് ഞാൻ സുഭാഷ് ആണെന്ന രീതിയിലാണ് ആ പെൺകുട്ടിയുടെ അടുത്ത് ഫോണിൽ കൂടെ സംസാരിക്കുന്നത്. അത് എനിക്ക് ഇച്ചിരി ചമ്മലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ അധികം സംസാരിക്കാത്തതെന്നൊക്കെ പറഞ്ഞു. ആണോ നമുക്കൊന്ന് നേരിട്ട് കാണണമല്ലോ, അതിനെന്താ നമുക്ക് കാണാമെന്നൊക്കെ പറഞ്ഞ് കോള് കട്ട് ചെയ്യണം കേട്ടോ. സുഭാഷിനാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരെയാണ്. എടാ നമ്മളിത് നമ്മുടെ തലേന്ന് ഒഴിഞ്ഞു വിട്ടല്ലേ, പിന്നെ എന്തിനാ നീ വീണ്ടും വിളിക്കണേ, ഒരു വഴിക്ക് ഇരിക്കട്ടെ ഏട്ടാന്ന് പറയുന്നത്. നിൻ്റെ സ്വഭാവം ഒരിക്കലും മാറൂലല്ലേ, ഞാനെന്തിനാ എൻ്റെ സ്വഭാവം മാറ്റണത്, ഞാൻ ഇതൊക്കെ ഒരു വശത്ത് കൊണ്ടുപോയിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് സുധീഷ് വലിയ ആളുകൾ കളിക്കുകയാണ് കേട്ടോ. അങ്ങനത്തെയൊക്കെ സീനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം നമ്മുടെ കാറ്റത്തെ കിളിക്കൂട് ഇനി ഏതൊക്കെ രീതിയിലാണ് എങ്ങനെയൊക്കെയാണ് പോകുന്നതെന്നൊക്കെ. അപ്പോൾ നമ്മുടെ ഇനി അടുത്ത ഓരോ ദിവസം വരുന്ന ആ എപ്പിസോഡുകൾ നമുക്ക് കൃത്യമായിട്ട് പ്രൊമോ ആയിട്ട് ഞാൻ ഇടുന്നതാണ്. നമ്മുടെ ഈ വീഡിയോ ഒക്കെ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കാണുന്നവർ മുഴുവനായിട്ട് കേട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഒരു ലൈക്ക് അത് സുപ്രധാനമാണ് കേട്ടോ. ലൈക്ക് അടിക്കാൻ മറന്നേ പോകരുത്. ലൈക്ക് അടിച്ചുകൊണ്ട് കണ്ടോ, അപ്പം പിന്നെ മറന്നു പോകത്തില്ലല്ലോ. പിന്നെ എല്ലാവർക്കും നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു. അപ്പോൾ ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.